18 വയസ്സ് മുതൽ നേരിട്ട അതിക്രൂരമായ ലൈംഗികാതിക്രമത്തിന്റെ വേദന പങ്കുവച്ച് നടി സൗമ്യ. സുജാത എന്ന് വിളിക്കുന്ന നടി അറിയപ്പെട്ടത് സൗമ്യ എന്ന പേരിലായിരുന്നു. ഒരു വർഷക്കാലം തമിഴ് സംവിധായകൻ ലൈംഗിക അടിമയാക്കിയതായും അവർ വെളിപ്പെടുത്തി. NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ സംവിധായകന്റെ പേര് അവർ വെളിപ്പെടുത്തിയിട്ടില്ല. പോലീസിന് നൽകിയ പരാതിയിൽ സംവിധായകന്റെ പേര് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അവർ പറയുന്നു. തിയേറ്റർ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചതിന്റെ പരിചയം വെച്ചാണ് സൗമ്യ 18-ാം വയസ്സിൽ സിനിമയിലെത്തിയത്. മകളെ സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് തമിഴ് സംവിധായകൻ സൗമ്യയുടെ പിതാവിനെ സമീപിക്കുകയായിരുന്നു. വളരെ ദരിദ്രമായ ചുറ്റുപാടായിരുന്നു അവരുടേത്. അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നായിരുന്നു സംവിധായകൻ നൽകിയ മോഹന വാഗ്ദാനം. രേവതി അപ്പോഴൊക്കെ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. അവരുടെ വീടിനടുത്തായിരുന്നു സൗമ്യയുടെ വീട്. സിനിമ എന്ന മായിക ലോകത്തിലേക്ക് വഴി തുറന്നപ്പോൾ സൗമ്യയും മറ്റൊന്നും ആലോചിച്ചില്ല. എന്നാൽ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ സംവിധായകന്റെ പെരുമാറ്റത്തിൽ സൗമ്യയ്ക്ക് പന്തികേട് തോന്നി. സിനിമയിലെ റോളിനായി താൻ നിരന്തരം പണം മുടക്കിയിട്ടുണ്ടെന്നും അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. കടം വീട്ടാൻ അഭിനയിക്കുക അല്ലാതെ മറ്റു വഴിയുമില്ലായിരുന്നു. മാത്രവുമല്ല, ചെറിയ പ്രായമാണ്. സിനിമയിലെ ചതിക്കുഴികളെ കുറിച്ച് ആരും ബോധ്യപ്പെടുത്താനുമില്ല. ഒരിക്കൽ സെറ്റിൽ എത്തിയപ്പോൾ സംവിധായകൻ സൗമ്യയ്ക്ക് നേരെ രോഷത്തോടെ പ്രതികരിച്ചു. അതിൽ പിന്നെ ഭയമായി. അയാളുടെ അത്തരം പെരുമാറ്റങ്ങൾ ഒഴിവാക്കാനും ശ്രമിച്ചു. സ്വന്തം മകളെ പോലെയാണ് കാണുന്നതെന്നും ഒരിക്കൽ സംവിധായകൻ പറഞ്ഞു. സ്വന്തം മകൾ അവരെ വിട്ടുപോയ കഥയും വിവരിച്ചു. എന്നാൽ അതൊക്കെ കള്ളമായിരുന്നു എന്ന് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം മകൾ അയാൾക്ക് നേരെ ബലാത്സംഗ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് കള്ളമാണെന്ന് പറഞ്ഞ് അയാൾ അത് തള്ളി. പിന്നീട് സംവിധായകനും ഭാര്യയും നടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നല്ല ഭക്ഷണം നൽകി സൽക്കരിച്ചു. വിശ്വാസം പിടിച്ചുപറ്റി. ഒരു ദിവസം വീട്ടിൽ ഭാര്യ ഇല്ലാതിരുന്നപ്പോൾ മോളെ എന്ന് മാത്രം വിളിച്ചിരുന്ന സംവിധായകൻ ചുംബിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ഞെട്ടിപ്പോയെന്നും ഇക്കാര്യം സുഹൃത്തുക്കളോട് പോലും പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നും നടി പറയുകയാണ്. സിനിമയുടെ റിഹേഴ്സലിനായി നിരവധി തവണ അയാളുടെ വീട് സന്ദർശിക്കേണ്ടി വന്നു. ആ കാലത്തൊക്കെ അയാളുടെ പെരുമാറ്റം ദുസ്സഹമായി മാറി. പലതവണ ശ്രമം നടത്തി ഒടുവിൽ ബലാത്സംഗവും ചെയ്തു. പിന്നീട് ഒരു വർഷത്തോളം അയാളുടെ ലൈംഗിക അടിമയായി കഴിയേണ്ടി വന്നു. അതിനായുള്ള തന്ത്രങ്ങളായിരുന്നു അയാൾ നിരന്തരം പ്രയോഗിച്ചിരുന്നത്. മകളെന്ന് അഭിസംബോധന ചെയ്ത നടിയിൽ തനിക്കൊരു മകൾ വേണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് പരാമർശിച്ച സഹതാരം ബലാത്സംഗം ചെയ്തതായും അവർ പറഞ്ഞു. നിരവധി സംവിധായകരും നടന്മാരും ടെക്നീഷ്യന്മാരും ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായും അവർ സൂചിപ്പിച്ചു. 30 വർഷമെടുത്തു അനുഭവിച്ച ട്രോമയിൽ നിന്ന് കരകയറാൻ. സ്വന്തം സുരക്ഷ കണക്കിലെടുത്താണ് സംവിധായകന്റെ പേര് പുറത്തു പറയാത്തതെന്നും അവർ കൂട്ടിച്ചേർത്തു.